അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറ ആല ഇംറാൻ 45 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. മലക്കുകൾ പറഞ്ഞു തീർക്കുക, മറിയം അള്ളാഹു തന്നിൽ നിന്നുള്ള ഒരു വചനത്തെ സംബന്ധിച്ച് നിന്നെ ഇതാ ശുഭവാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. അവൻ ഈ ലോകത്തും പരലോകത്തും ഉന്നത സ്ഥാനീയനും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനും ആയിരിക്കും. أعوذ بالله من الشيطان الرجيم. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. ഇതാണ് ആയത്ത്. ഇനി അടുത്ത ആയത്ത് 46 وَيُكَلِّمُ النَّاسَ فِي الْمَهْدِ وَكَهْلًا وَمِنَ الصَّالِحِينَ. وَيُكَلِّمُ, അവൻ സംസാരിക്കും, അന്നാസ്, ജനങ്ങളോട്, ഫിൽ മഹ്ദ്, തൊട്ടിലിൽ വെച്ച് തന്നെ, വകഹ്ലൻ, പ്രായമായതിനു ശേഷവും, വമിന സ്വാലിഹീൻ, എന്താണ്, സച്ചരിതരിൽ അവൻ സൽക്കർമ്മി ആയിരിക്കും, സച്ചരിതരിൽ പെട്ടയാളായിരിക്കും. ഇതാണ് അതിന്റെ വാക്കർത്ഥം. കല്യാണം കഴിച്ചിട്ടില്ലാത്ത, എന്നാൽ ദുർവൃത്തയല്ലാത്ത, മാന്യയായ, കന്യകയായ, മുത്തഖിയായ, അള്ളാഹുവിനോട് വളരെയധികം അടുത്ത് കഴിയുന്ന വിശുദ്ധയായ, വിശുദ്ധ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിട്ടാണ് മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറയുന്നത്, നിനക്ക് ഇതാ അൽ മസീഹ് ഈസ ബിൻ മറിയം എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാകാൻ പോവാണ്. മറിയമിന്റെ മകൻ ഈസ മറിയമിന്റെ മകനാണ്. സാധാരണ ബാപ്പാന്റെ പേരിലാണ് മക്കള് അറിയപ്പെടുക. മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? എല്ലാവരുടെയും പേര് അങ്ങനെയാണ്. ഉമർ ബിൻ അൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പറയണ്ടോന്ന് ചോദിച്ചു. ആലിഖ് സാഹിബിന് വയ്യാണ്ടായോ? കഴിഞ്ഞ ആഴ്ച തന്നെ ഒച്ച, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ആ ശബ്ദം അവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കരുത്താണ്, അല്ലെ? അപ്പോ പക്ഷെ ഇവിടെ വാപ്പാന്റെ പേരില്ല പറയാൻ, വാപ്പാന്റെ പേരില്ല. അപ്പൊ വാപ്പാന്റെ പേരില്ലെങ്കിൽ പിന്നെ പടച്ചോന്റെ പേര് പറയാന്നാണ് പിഴച്ചുപോയ ആൾക്കാർ പറയുന്നു. അപ്പൊ ചോദ്യം, വാപ്പല്ലാത്തത് കൊണ്ട് അള്ളാന്റെ, യഹോവയുടെ കുട്ടിയാകുമെങ്കിൽ വാപ്പ ഇമ്മയില്ലാത്ത ആദമോ?
അപ്പൊ അതല്ലേ യേശുവിന് മുമ്പ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടേണ്ടത്? അപ്പൊ ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. ആദം അങ്ങനെയാണല്ലോ, വാപ്പയില്ല ഉമ്മയില്ല. ഹവ്വ വാപ്പയില്ല ഉമ്മയില്ല. ഇത് വാപ്പയില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു തന്നെ പേര് വിളിക്കുകയാണ്, അൽ മസീഹ്. മസീഹാണ്. മസീഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുവിശേഷം അറിയിക്കുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന, പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആൾ. അതോടൊപ്പം തലയിൽ ലേപനം പുരട്ടപ്പെട്ട ആൾ എന്ന് ഒരർത്ഥമുണ്ട്. തലയിൽ ഇങ്ങനെ മെഴുക്ക്, ഇപ്പോ ഒരു സ്നാനം, ഒരു ഓയിൽ. അപ്പൊ ഈസാ അലൈഹി സ്വലാമിന്റെ തല മുടി ഇങ്ങനെ എണ്ണ ഉറ്റുന്ന പോലെ തോന്നുമായിരുന്നു. നല്ല ഒരു മെഴുക്കുണ്ടായിരുന്നു. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. മിശിഹ എന്ന് പറയുന്ന അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ മസീഹ്, അൽ മസീഹ്. വേറൊരു മസീഹ് ഉണ്ടല്ലോ, മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാൽ അതും മസീഹ് തന്നെയാണോ? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ള മസീഹ്. അത് മസീഹ് അല്ല, ഫേക്കാണ്. അപ്പോ കള്ള മസീഹാണ്. പക്ഷെ അതിലൊരു മസീഹ് ഉണ്ട്. ഏതുപോലെ? കപടവിശ്വാസി എന്ന് പറയുന്നതിലും ഒരു വിശ്വാസി ഉണ്ടല്ലോ. എന്ന് വിചാരിച്ച് കപടവിശ്വാസി വിശ്വാസി അല്ലല്ലോ. കപടവിശ്വാസി എന്നുള്ള പദത്തിൽ എന്തുണ്ട്? ഒരു വിശ്വാസിയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് വിശ്വാസിയല്ല, വിശ്വാസമല്ലാത്തവനാണ്. അപ്പോൾ അതേപോലെയാണ് മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കള്ള മസീഹ്. മസീഹ് അല്ല, പക്ഷേ മസീഹാണ് എന്ന് കള്ളം പറയുന്നവൻ എന്നർത്ഥത്തിൽ. അതുകൊണ്ടാണ് വമിൻ ഫിത്നത്തുൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമ്മൾ അഭയം ചോദിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ ഒറിജിനൽ മസീഹ് ഈസ, അൽ മസീഹ് ഈസ ബിൻ മറിയം, ഇങ്ങനെ ഒരാളെ കുറിച്ച സന്തോഷ വാർത്ത നൽകുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു അമ്പരപ്പ് ഉണ്ടാവുമല്ലോ. എന്താപ്പോ നടക്കാൻ പോണത് എന്നുള്ള ഒരു അമ്പരപ്പ് ഉണ്ടാവുമല്ലോ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശരിക്കും തന്നെ നാട്ടുകാരെ മുഴുവനും വിളിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ഗർഭിണിയായാൽ തന്നെ ഒരു അമ്പരപ്പ് ഉണ്ടാവും. എന്തൊക്കെ നടക്കാൻ പോണെന്ന് തിരിയാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ആദ്യമായിട്ട് ആവുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. കുറെ ഛർദിയും തലവറ്റലൊക്കെ അതിന്റെ കൂടി ഭാഗമാണ്, അല്ലാതെ വെറും ശാരീരികം മാത്രല്ല. എന്തൊക്കെയാണ് അനുഭവസ്ഥർക്കേ അറിയൂ എന്നത് ഒരു തരം എസ്കേപ്പിസമാണ്. രക്ഷപ്പെടാൻ പറയണ എല്ലാം അനുഭവിക്കൊന്നും വേണ്ട. ആണോ? എല്ലാം ഒന്നും അനുഭവിക്കണ്ട. നമുക്കിപ്പോ ഒരു വേദന ഉണ്ട്, ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുമ്പോ ഡോക്ടർ അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചിരുമ്പോ നമ്മൾ പറയാണ് ഒക്കെ അനുഭവിച്ചവർക്ക് അറിയുള്ളൂ, ഇതൊക്കെ ഒന്നും അറിയില്ല. അറിയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം ഒരു കാര്യമില്ല. അതായത് എല്ലാം ഒന്നും അനുഭവിക്കണ്ട. പിന്നെ അനുഭവിക്കാതെ തന്നെ മനസ്സിലാവും പല കാര്യങ്ങളും. പ്രത്യേകിച്ച് സാമൂഹിക ബന്ധങ്ങളിലൂടെ മനസ്സിലാവുന്ന ധാരാളം കാര്യങ്ങൾ എല്ലാം ഇപ്പം മനസ്സിലാവില്ല. ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ ഒരു അമ്പരപ്പ് ഉണ്ടാവും. അതിൽ തർക്കമില്ലല്ലോ, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. ഒരമ്പരപ്പ് ഉണ്ടാവും. അത് ഇത് മാത്രല്ല, ഏതൊരു കാര്യവും ആദ്യമായിട്ട് ചെയ്യുമ്പോ, പുതുതായിട്ട് ചെയ്യുമ്പോ ഒരമ്പരപ്പ് ഉണ്ടാവും.
ഉണ്ടാവണ്ടേ? ഇതല്ലേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനല്ലേ? ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ യാതൊരു അസ്വാഭാവികതയും തോന്നാതെ അത് അപ്പൊ നമ്മൾ പറയും എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്. അതാണ്. അപ്പൊ സാധാരണ നിലക്ക് തന്നെ അമ്പരപ്പുണ്ടെങ്കിൽ ഇത് അത്യസാധാരണമായ ഒരു സംഭവമാണ്, ചെറിയ സംഭവമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ച നേർന്നു, അങ്ങനെ ആ കുട്ടി എന്നുള്ള നിലക്ക് ബൈത്തുൽ മഖ്ദിസിൽ പ്രത്യേക മിഹ്റാബിൽ താമസിക്കുന്നു. ഇനിയിപ്പോ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുമില്ല, അപ്പൊ ഇനി ഗർഭിണിയാവുകയാണ്. അപ്പൊ പിന്നെ അമ്പരപ്പ് സ്വാഭാവികമായിട്ടും എത്രയോ ഇരട്ടി വർദ്ധിക്കും. എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു അന്തവും കിട്ടൂല. അതാണ്. അപ്പോ പിന്നെ അള്ളാഹു പറയാണ്, ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ആ കുട്ടി അസാധാരണത്വമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ജനനം അസാധാരണമാണ് എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഉള്ള ജീവിതവും അസാധാരണമാണ്. അത് പ്രത്യേകമാണ്. അത് അള്ളാഹു അങ്ങനെ ചെയ്തതാണ്. സാധാരണ നിലക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സുന്നത്തുണ്ട്, സുന്നത്തുല്ലാഹ്. അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. നടപടിക്രമം എന്ന് വേണമെങ്കിൽ പറയാം. ആ നടപടിക്രമം അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നീങ്ങുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നീങ്ങുക. ഓരോന്നിനും ഓരോ നടപടിക്രമമുണ്ട്, അതനുസരിച്ചാണ് നീങ്ങുക. പക്ഷെ അള്ളാഹു ഉണ്ടാക്കി വെച്ച നടപടിക്രമം അള്ളാഹു ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിവായി പോയിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സാധനം ഉണ്ടാക്കി പിന്നെ അങ്ങ് കുടുങ്ങി, പിന്നെന്ത് ചെയ്യൂ? അങ്ങനെയില്ല. അങ്ങനത്തെ ഒരു നിസ്സഹായാവസ്ഥ ഇല്ല. ഞങ്ങളോട് പറഞ്ഞോന്നറിയില്ല, താന്നൂർ പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാൻ ഒരു ഹോട്ടലിന്റെ പേര് കണ്ടതാണ്. ഹോട്ടൽ തുടങ്ങി കുടുങ്ങി. അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്. ഞാന് ഇങ്ങനെ നോക്കി നിന്ന് കുറച്ചു നേരം, ഇത് ഹോട്ടലാണ്. അയാള് ആ പേര് ആദ്യം തന്നെ ഇട്ടിരുന്നോ അല്ല പിന്നെ പേരിട്ടതാണോന്ന് എനിക്കറിയില്ല. അതിന്റെ പേരങ്ങനെയാണ്. അങ്ങനെ പല കച്ചവടങ്ങളും ഉണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. അള്ളാഹു ഒരു ഘടന സൃഷ്ടിച്ചു, ഒരു സംവിധാനം ഉണ്ടാക്കി, പിന്നെ പടച്ചോനെന്നെയും ഇതൊന്നും മാറ്റാൻ കഴിയാത്തൊരു കോലം അങ്ങനില്ല. അങ്ങനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? മാറ്റം വരുത്തും. അപ്പൊ തീ എന്ന് പറഞ്ഞാൽ ആളെ കരിച്ചു കളയുക എന്നതാണ് അള്ളാഹു ഉണ്ടാക്കിയ പ്രകൃതം. അത് അള്ളാഹ് തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അള്ളാഹുവിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ പീസൊന്ന് വലിച്ചാടെ വെച്ചാല് പിന്നെ ഇതിന് കരിക്കാനൊന്നും കഴിയൂല. ഇങ്ങനെ ഒരു ജ്വാല മാത്രമായിരിക്കും. അപ്പൊ ഇബ്രാഹിം നബിന്റെ അടുത്ത് നിന്ന് അങ്ങനെയാണ് ചെയ്തത്. ആ സാധനം കൊണ്ടുവരും. അപ്പൊ അത് അള്ളാഹുവിന് കഴിയും. കാരണം അതിനെ കരിച്ചു കളയാനുള്ള കരുത്ത് കൊടുത്തവൻ അള്ളാഹുവാണ്. ആ കരുത്ത് മാറ്റിവെക്കാനും അള്ളാഹ്ക്ക് കഴിയും. അതുപോലെയാണ് ഒഴുകുന്ന കടലിനെ ഒഴുകാത്ത വിധം നിർത്തി കളയാനും അള്ളാഹുവിന് കഴിയും. അപ്പൊ അതിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് ചെയ്തു? ആടെ മാറ്റി വെച്ചു. സാധാരണ നിലക്ക് സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടാവുക എന്നതാണ് സുന്നത്ത്. ഇങ്ങനെയാണ് സുന്നത്ത്. അതിനെ നിയമവിധേയമായി മാത്രം ചെയ്യുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിയമവിധേയമായി അത് ചെയ്യാവൂ. അത് നിയമവിധേയമാവൽ എങ്ങനെയാണ്? നിക്കാഹ് കൊണ്ടാണ്. വളരെ ക്ലിയറാണ്. പക്ഷെ ഒരാൾ നിക്കാഹ് മുഖേനയല്ലാതെ നിയമവിധേയനയല്ലാതെ ബന്ധപ്പെട്ടാലും ഉണ്ടാവും, കുട്ടി ഉണ്ടാവും. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടനയാണ്, ഒരു പ്രകൃതമാണ്.
അപ്പോ അങ്ങനെ അല്ലാതെയും കുട്ടി ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഉണ്ടാകാവൂ എന്നതാണ് ഇസ്ലാമികമായ നിയമം. ഇതാണ് ശരീഅത്ത്. ആ ശരീഅത്തിനെ കുറിച്ച് പറയുമ്പോ ശരീഅത്തതാ ആകെ പ്രശ്നം എന്നൊക്കെ പറയും, പക്ഷെ ഇതാണ് ശരീഅത്ത്. അങ്ങനെ വേണ്ട, ഉഭയകക്ഷി സമ്മതപ്രകാരം ആർക്കും ആരുമായും എങ്ങനെയും എന്തുമാവാം എന്നതാണ് പുരോഗമനം എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത്. അങ്ങനെ എന്തുമായിട്ട് പിന്നെ മറ്റെന്തെങ്കിലും ആവുമ്പോ പിന്നെ പ്രശ്നമാവുകയും ചെയ്യാം. അപ്പൊ ശരിക്കും അങ്ങനെ പ്രശ്നമാവാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തു ആവാമെങ്കിൽ പിന്നെ അതിന്റെ എന്താ ഭവിഷ്യത്വം അത് അംഗീകരിക്കണ്ട. പക്ഷെ അവിടെ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യുന്ന വെച്ചാല് അങ്ങനെ ആവരുത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ചില കക്ഷികൾ പറയുന്നത് ഞാൻ ഇന്ത്യൻ നിയമത്തെ ഞാൻ ഒന്നും ആക്കിയിട്ടില്ല എന്ന്. അത് ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിച്ചങ്ങ് മനസ്സിലായി. ഞാൻ ഇന്ത്യൻ നിയമത്തിനെതിരൊന്നും ചെയ്തില്ല. എന്ത് പറഞ്ഞാൽ വേണ്ടാതീനം ചെയ്തില്ല എന്നല്ല പറയുന്നത്, ഇന്ത്യൻ നിയമത്തിനെ ഞാൻ എന്താക്കിയിട്ടില്ല, എതിർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞുണ്ടാവുക എന്ന അള്ളാഹു തന്നെ ഉണ്ടാക്കി വെച്ച ആ സംവിധാനത്തെ അള്ളാഹു എന്ത് ചെയ്യുന്നു, ഇവിടെ മാറ്റം വരുത്തുന്നു. ആ മാറ്റമാണ് മറിയമിൽ ചെയ്തത്. അതിനു മുമ്പ് സക്കരിയാക്ക് കുട്ടി ഉണ്ടായതും അങ്ങനെയാണ്, യഹിയ ഉണ്ടായത്. ഭാര്യയും ഭർത്താവും ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ഭാര്യയും ഭർത്താവും ഉണ്ടായാലും തന്നെ കുട്ടി ഉണ്ടാവൂലല്ലോ. അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു 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 സാധ്യത ഉള്ളപ്പോഴല്ല കുട്ടി ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെ അല്ലാതെ ഉണ്ടാവും എന്നുള്ള ആദ്യം തന്നെ കാണിച്ചു കൊടുത്തു. അപ്പൊ അള്ളാഹു ഇവിടെയും അങ്ങനെ. അപ്പൊ ഈ അസാധാരണത്വം നീ ബേജാറൊന്നും ആവണ്ട. മറിയമിനുള്ള വലിയ ഒരു ആശ്വാസവാക്കാണ് ഇവിടെ പറയുന്നത്. കാരണം അവൻ എന്ത് ചെയ്തോളും, സംസാരിച്ചോളും. എവിടുന്ന്? തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കും. തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്നത് എല്ലാ കുട്ടികളും സംസാരിക്കുന്നുണ്ട്. തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാവണില്ല എന്നുള്ളതാണ്. നമുക്ക് ഭാഷ അറിയുന്നില്ല, അക്ഷരങ്ങള് വ്യക്തമല്ല. നമ്മള് കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പറയണതിനാണോ ഐറ്റിങ്ങ് തിരിയുന്നതെന്നൊന്നും അറിയില്ല. നമ്മൾ കുറെ പറയും, ഐറ്റിങ്ങ് കുറെ തിരിയും, അല്ലേ? പല സംഗതികളും പറയും. നമ്മൾ കുട്ടികളോട് സംസാരിക്കാറില്ലേ? കുട്ടിയോട് നമ്മൾ സംസാരിക്കൂലേ? കുട്ടി ഇങ്ങോട്ട് സംസാരിക്കൂലേ? അപ്പൊ ചിലത് കുട്ടി പറയണ കേട്ടാല് ഉമ്മാർക്ക് അങ്ങ് തിരിയല. ആ ചിലപ്പോ അത് അയക്കൂല പറഞ്ഞ്. പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ, അത് തമ്മിലുള്ളൊരു ബന്ധം കൊണ്ട്. അതിപ്പോ പശുവിന് പുല്ലിട്ട് കൊടുക്കുമ്പോ പശുവിനോട് വർത്താനം പറയും. പശുവിനോട് വർത്താനം പറയില്ലേ? പശുവിനോട് വർത്താനം പറയും. പശു ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അതാ അതിന് മനസ്സിലായി എന്നാണ് വിചാരിക്കും. പോത്തിന് അറക്കാൻ നേരത്ത് വെള്ളം കുടിയുമ്പോ ചില ടീം എന്നിട്ട് ചോദിക്കുമല്ലോ എനിക്ക് സമ്മതാണോ? പോത്ത് വെള്ളമായാലും ഇങ്ങനെ ആക്കും. ആ പോത്ത് സമ്മതിച്ചിട്ടുണ്ട്. അതിലിപ്പോ ആരാ പോത്താകുന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഇത് ആജാതി സംസാരമല്ല, ഇത് വ്യക്തതയുള്ള സംസാരമാണ്. സൂറ മറിയമിൽ 29-ാമത്തെ ആയത്തിൽ പറയുന്നു, അപ്പോൾ മറിയം തന്റെ കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടി. അവർ ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ മറിയമിന്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു, മറിയമേ, കൊടിയ കുറ്റാണല്ലോ മറിയമേ നീ ചെയ്തത്. ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ദുർവൃത്തനായിരുന്നില്ല, നിന്റെ മാതാവ് പിഴച്ചവളുമായിരുന്നില്ല. ഈ വല്ലാത്തൊരു പണിയാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അപ്പോൾ മറിയം തൊട്ടിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവര് ചോദിക്കുകയാണ്, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? കാല, അപ്പോൾ കുട്ടി പറഞ്ഞു. ആ പറയുന്നാണ് നമ്മളിപ്പോ പഠിക്കുന്ന ആലുംബ്രാലിൽ പറയുന്നത്.
30-ാമത്തെ ആയത്താണ്. قال إني عبد الله آتاني الكتاب وجعلني نبيا. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, ഞാൻ അള്ളാഹിന്റെ മോനാണ് എന്നല്ല പറഞ്ഞത്, ഞാൻ അബ്ദുള്ളയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അവൻ എനിക്ക് കിതാബ് നൽകിയിരിക്കുന്നു, എന്നെ നബിയാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട്, ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നോട് നിസ്കാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആയിരിക്കുന്ന കാലത്തോളം ഞാനിത് ചെയ്യണമെന്നാണ് കൽപ്പിച്ചത്. അപ്പൊ ആദ്യത്തെ വർത്താനം തന്നെ തൊട്ടിൽ വെച്ച് തന്നെ പറഞ്ഞ വർത്താനാണ്, ഒന്ന് നിസ്കരിക്കാനും ഒന്ന് സക്കാത്ത് കൊടുക്കാനും. അപ്പൊ സ്വലാത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ വേറെ പറയേണ്ടിയില്ല. ഇതിങ്ങനെ ഈസാ നബി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും സംസാരിക്കുന്നല്ല. ഇവർക്കൊരു തെളിവിന് എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എന്നെ എന്റെ മാതാവിനോട് നന്നായി പ്രവർത്തിക്കുന്നവനാക്കിയിരിക്കുന്നു, അവൻ എന്നെ ക്രൂരനും ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല. എന്നിട്ട് പറയാണ്, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യ. എന്റെ ജന്മദിനത്തിലും മരണ ദിവസത്തിലും ഉയർത്തെഴുന്നേൽക്കുന്ന നാളിലും എനിക്ക് സമാധാനം. ഞാൻ ജനിച്ചത് സമാധാനാണ്, പിന്നെയോ ഞാൻ മരിക്കുന്നതും സമാധാനാണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നതും സമാധാനം. അപ്പൊ ഇത് പറഞ്ഞു. അതാണ് മറിയമിന്റെ മകൻ ഈസ. ദാലിക ഈസ ഇബ്നു മറിയം, അതാകുന്നു ഈസ ഇബ്നു മറിയം. ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, ജനം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യസന്ധമായ ഒരു വിവരണമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈസ അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ആ തൊട്ടിലിൽ വെച്ച് എന്താ പറഞ്ഞത് എന്നാണ് ഇപ്പോ സൂറ മറിയമിൽ നിന്ന് നമുക്ക് വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതേ വാക്കുകൾ. അപ്പൊ ആ വാക്കുകള് അറബിയിൽ തന്നെയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇല്ല, അത് അതായത് ഇപ്പൊ ഒരു പറഞ്ഞ സംഗതി ഉദ്ധരിക്കണ സമയത്ത് കേൾക്കണാക്ക് തിരിയണമാതിരിയാണല്ലോ പറയാ, അല്ലേ? ആണോ? വെറുതെ ആണെന്നറിയരുത്. അങ്ങനല്ല ഞാൻ പറയണത്. ഇപ്പോ എന്റെ മോനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്റെ ഉമ്മ പറയുമ്പോ എന്താ പറയാ? മോനെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മോനെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്റെ ഉമ്മാന്റെ ഉപ്പ അല്ലല്ലോ ഞാൻ. പക്ഷെ എന്റെ മോനോട് എന്റെ ഉമ്മ പറയുമ്പോ എന്നെ കുറിച്ച് എന്താ പറയാ? ഉപ്പ എന്നാണ് പറയാ. ഷിയാബ് പറഞ്ഞിട്ടുണ്ട് എന്റെ മോനെ വിളിച്ചിട്ട് എന്റെ ഉമ്മ സാധാരണ നിലക്ക് പറയില്ലല്ലോ. ഉമ്മ ഷിയാബ് എന്നാണ് വിളിക്കുക. പക്ഷെ ആ പേരല്ലല്ലോ എന്റെ മോനോട് ഉമ്മ പറയുമ്പോ പറയാ. ഉമ്മ മോനനുസരിച്ചാ പറയാ. അങ്ങനെ പറയാം. ഇപ്പൊ പറഞ്ഞു. അപ്പോ ഇതുപോലെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന അവരുടേതായ ഒരു രീതിയിലാണ് ഒരു കാര്യത്തെ പറഞ്ഞതായി ഉദ്ധരിക്കുക. അർത്ഥത്തിലും ആശയത്തിലും ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ വാക്കുകൾ അങ്ങനെ ഇരിക്കും. അപ്പൊ ഈ പറഞ്ഞ വാക്കിൽ കുറഞ്ഞ നേരത്തെ സംസാരത്തിൽ അത്യത്ഭുതകരമായ ഒരു മുഅ്ജിസത്തിന്റെ നേരത്തും നിസ്കാരവും പറഞ്ഞു, സക്കാത്തും പറഞ്ഞു. അതാണ് നമ്മളെ പോയിന്റ്. നിസ്കാരവും പറഞ്ഞു, സക്കാത്തും പറഞ്ഞു. അത് രണ്ടിനെയും അടുപ്പിച്ചു പറഞ്ഞു. അത് രണ്ടും വേറെടുത്തരുത്. അതാണ്. അപ്പൊ ഇങ്ങനെ തൊട്ടിലിൽ വെച്ച് സംസാരിക്കും. പിന്നെയോ പ്രായമായതിനു ശേഷവും അവൻ സൽക്കർമ്മിയായിരിക്കും. പ്രായമാവുക എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, പ്രായപൂർത്തിയാവുക എന്നുള്ള നിലക്ക്. അപ്പൊ ഒരു മധ്യവയസ്കൻ എന്നൊക്കെ പറയാൻ പറ്റും വേണമെങ്കിൽ.
ഒരു 40 വയസ്സ്. അപ്പോ അതിൽ ബൈബിളും ഖുറാനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഖുർആൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുക ഒരു 40 വയസ്സിലൊക്കെയാണ് നബുവത്ത് എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സമയമാകുന്നതിന്റെ മുന്നേ തന്നെ യേശുവിനെ കുരിശിൽ തറച്ചിട്ടുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ അങ്ങനെ കുരിശിൽ തന്നെ തറച്ചില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് വ്യത്യാസം. അതെ. അപ്പോ ഏതായാലും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമല്ല, വലുതായാലും അവൻ ആരായിരിക്കും? സച്ചരിതരിൽപ്പെട്ടവനായിരിക്കും, നല്ലയാളായിരിക്കും. ഖാലത്ത്, അപ്പോൾ മറിയം ചോദിക്കുകയാണ്, വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം, എന്നാൽ നല്ല മനോധൈര്യത്തോടെ, അവധാനതയോടെ, താളം തെറ്റാതെ അങ്ങനെ ചോദിക്കുകയാണ്. അതാണ് മറിയമിന്റെ വിശുദ്ധത എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, റുക്കൂ ചെയ്തും സുജൂദ് ചെയ്തും അള്ളാഹുവിനോട് കീഴ്വണക്കം സ്ഥാപിച്ചും മറിയം നേടിയെടുത്ത ആ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് ചോദിക്കുന്നത്, റബ്ബി, എന്റെ നാഥ. ഖാലത്ത് റബ്ബി അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നി ബശർ ഖാല കദാലിക അല്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഖാലത്ത്, അവൾ ചോദിച്ചു, റബ്ബി, എന്റെ നാഥ, അന്നാ യകൂനു ലീ, എങ്ങനെയാണ് എനിക്ക് ഉണ്ടാവുക? വലദ്, എങ്ങനെയാണ് എനിക്കൊരു മോൻ ഉണ്ടാവുക, അല്ലെ ഒരു കുട്ടി ഉണ്ടാവുക, ഒരു സന്താനം ഉണ്ടാവുക? വലം യംസസ്നി, എന്നെ തൊട്ടിട്ടില്ലെന്നിരിക്കെ, ബശർ, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവും? ഖാല, അള്ളാഹു പറഞ്ഞു, കദാലികി, അപ്രകാരം തന്നെ സംഭവിക്കും. അള്ളാഹു യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. ഇദാ ഖദാ, അവൻ തീരുമാനിച്ചാൽ, അംറൻ, ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു, അതിനോട് അവൻ പറയുകയേ വേണ്ടൂ, കുൻ, ഉണ്ടാവുക, ഫയകൂൻ, അപ്പോഴേക്കും അതുണ്ടാകും. അപ്പോ കാന ആയിരുന്നു, യകൂനു ആകുന്നു, കുൻ ആവുക, ഉണ്ടാവുക. അപ്പൊ ഒരു സംഗതി ഉണ്ടാവണമെന്ന് അള്ളാഹു ഇങ്ങനെ തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി. നമ്മക്കോ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം വേണം? ആശാരിക്ക് മേശ ഉണ്ടാക്കണമെങ്കിൽ മരം വേണം, അല്ലെ ഇരുമ്പ് വേണം, അല്ലെ പുതിയ ജാതിയൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ മെറ്റീരിയലുകൾ വേണം. കുശവന് കല ഉണ്ടാക്കുകയാണെങ്കിൽ മണ്ണ് വേണം, വെള്ളം വേണം, അല്ലെ? കൊല്ലൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇരുമ്പ് വേണം, തട്ടാൻ ഉണ്ടാക്കണമെങ്കിൽ പൊന്നു വേണം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കണതിനനുസരിച്ച് അതിന് ജാതി പേര്. അങ്ങനെ എന്താണോ നിലവിലുള്ളത് അതെടുത്തിട്ട് തിരിക്കുകയാണ്. പാചകം ചെയ്യണമെങ്കിൽ അതിന്റെ സാധനങ്ങൾ വേണം. നിങ്ങൾ ആദ്യം സാധനം വാങ്ങിക്കൊണ്ടിരിക്കും, എന്നിട്ട് നമുക്ക് പായസോ കഞ്ഞിയോ എന്ത് വേണം ഉണ്ടാക്കാം. അപ്പൊ ആദ്യം ഒരു സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാനാണ് നമുക്ക് കഴിയുള്ളൂ. ചില ആൾക്കാര് മാജിക് കാണിക്കും, ഇങ്ങനൊക്കെ ആക്കിയിട്ട് ഭസ്മൊക്കെ കാണിക്കും. ഭസ്മം എടുത്തരുന്ന ഒരാളോട് നിങ്ങൾ എനിക്കൊരു മാങ്ങയോ ആപ്പിളോ പഴോ തരുന്ന പറഞ്ഞാൽ അത് തരാനൊന്നും കഴിയും. കാരണം അത് ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചൊക്കെ ഉണ്ട് ആദ്യം. അപ്പൊ ഉള്ള സാധനം ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് തരും, അതിനുള്ള പരിപാടി. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അള്ളാഹു ഒരു സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ എന്തായി, അതങ്ങ് ഉണ്ടാവും. അത് അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടാവും, വെറുതെ ഉണ്ടാവുമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കിയാല് ആ പുറമെ കാണുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. അള്ളാഹു മനുഷ്യനുണ്ടാക്കിയപ്പോ എന്തെല്ലാം സാധനം ഉള്ളത് ഇതിന്റെ ഉള്ളിൽ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത്. തുറന്നു നോക്കുമ്പോ
അപാര സാധനങ്ങൾ എന്തെല്ലാം ഇതിലൊക്കെ അപ്പോണ വളരെ സൂക്ഷ്മമായ ഒരു ഞരമ്പ് ഈല പോയി നോക്കിയാല് നമ്മൾ പിന്നെ അതിനും വേണ്ടി അത് ഇങ്ങോട്ടാക്കണം തന്നെ ഇങ്ങോട്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. ചില ഞരമ്പൊക്കെ അതുള്ളവർ തന്നെ ആണ് ഉണ്ടാവുക, അങ്ങോട്ട് കയറ്റുമ്പോൾ ഇറക്കുമ്പോഴൊക്കെ. അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളായിക്കോട്ടെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോരുകയാണ്. നമുക്കറിയില്ല അതെന്താണ്, അറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കാട്ടിയെന്ന് നമുക്കറിയില്ല. അപ്പൊ അതില് നമ്മൾ നിസ്സഹായരാണ്, അതിന് നിന്ന് കൊടുക്കാനേ നമുക്ക് കഴിയുള്ളൂ. പുര ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഇങ്ങനെ അല്ല ഉണ്ടാക്കണ്ടേ, അവിടെ വളഞ്ഞണല്ലോ ഇവിടെ അതായിണല്ലോ, നിങ്ങളെ സിമെന്റിന്റെ അകത്ത് ഇത്ര മണൽ കൂട്ടിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇത് നമുക്ക് വിവരമില്ലാത്തൊരു സാധനമാണ്, ഇതിന്റെ ഉള്ളിൽ എന്താ ഇവര് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മള് പലതും മറന്നു പോവുക ചെയ്യും. ഖത്തറിയെ മറന്നുപോയ കേസ് എത്രയോ ഉണ്ട്. നമ്മൾ ആ അർഷിനത് അവിടെ സമരം ചെയ്യുന്ന ഒരു കൊല്ലാണ് ആ പാവം പെണ്ണ് പള്ളന്റെ ഉള്ളിൽ കത്രികയായിട്ട് നടന്നു. ഒരു കൊല്ലം വേദനയായിട്ട് ഗുളി ഒടിക്കുക തന്നെ. വേദന ഗുളി ഒടിച്ചൊരു കാര്യമുണ്ടോ? ഇത് ഇതിന്റെ ഉള്ളിലല്ല. ഇപ്പോ ഹോസ്പിറ്റലിന്റെ പേര് പറയണ്ട, അത് റെക്കോർഡാകുന്നതല്ലേ. അപ്പോൾ ഓൽക്കൊരു മോശമാകണ്ട ഒരാശുപത്രി എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവിടെ എന്റെ പിയാപ്പിളിന്റെ ഒപ്പുണ്ട് അഡ്മിറ്റ് ആയിട്ട്, മോളെ ഭർത്താവിന്റെ ഒപ്പം. മൂപ്പർക്ക് ലേശം ഈ ലെൻസിൽ നീര് കെട്ടിയിട്ട് കുറച്ച് അധികമായി. അങ്ങനെ ICUലൊക്കെ ആയിരുന്നു. അവിടുന്ന് മെല്ലെ മെല്ലെ കുറഞ്ഞ് വാർഡിലേക്ക് കൊണ്ടുപോകും. വാർഡിൽ കൊണ്ടുവന്ന് പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കല്ലോ. നേഴ്സ് വന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്ത്, ഇഞ്ചക്ഷൻ വെച്ച് നേഴ്സ് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ആകെ പ്രശ്നമായി, വീണു, ശ്വാസം കിട്ടാതായി, ഭയങ്കര പ്രശ്നം. അങ്ങനെ വന്ന് CPR ഒക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി വെന്റിലേറ്ററിലായി. പിന്നെ അത്യാസന്ന നിലയിലേക്ക് മാറി. അപ്പൊ ഈ കൊടുത്ത സാധനം എന്താന്ന് നമുക്കറിയില്ല. ഞാൻ ആശ്വസിപ്പിച്ചു, അതിപ്പോ അത് കൊടുത്തോണ്ട് തന്നെ ആയിക്കൊള്ളൊന്നുമില്ല, അത് കൊടുത്ത സമയത്ത് തന്നെ ആയിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളൊരു, അങ്ങനെ വെന്റിലേറ്ററിലാണ് ആള്. അപ്പോ എല്ലാം യന്ത്ര സഹായത്താലാണ് നടക്കുന്നത്, ഇത്ര ശതമാനം സംഗതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരവസ്ഥ. അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് മാറ്റി കൊടുക്കാൻ ഒരു മുണ്ടും കുപ്പായം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുണ്ടും കുപ്പായം മൂപ്പര് പെങ്ങള് എടുത്ത് കൊടുത്തു. അപ്പം ഉള്ളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ടാവുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് സ്ട്രെച്ചറിന്റെ മുകളിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ വെന്റിലേറ്ററിലുള്ള ആളാണ്, ഇപ്പോൾ എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാവണില്ല. പക്ഷെ പുറത്തേക്ക് ഉന്തി കൊണ്ടുവരുന്നുണ്ടപ്പോ ഇവള് വേഗം അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് നോക്കുമ്പോൾ വേറൊരു മനുഷ്യനാണ്, തുണിയും കുപ്പായും ഇതാണ്. അപ്പൊ ചോദിച്ചാലേ ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണത് ലേശം സീരിയസ് ആയ കേസ്, എന്ത് വേറെ കൊണ്ട് അല്ലെ കുപ്പായം ഞാൻ തന്നാണ്, കുപ്പായം എന്നാ ചിലപ്പോ മാറിപ്പോയിണ്ടാവും. അപ്പൊ ഈ കൊടുത്ത തുണിയും കുപ്പായവും വേറെ ഒരു രോഗിക്ക് മാറ്റി കൊടുത്തിട്ട് ഓലെന്ത് ചെയ്യാണ്, കൊണ്ടുപോകാൻ. തുണിയും കുപ്പായം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം. ഈ തുണിയും കുപ്പായം തന്നെ ഇങ്ങനെ മാറിയെങ്കിൽ ഇന്നലെ കൊടുത്ത ഇഞ്ചക്ഷനോ സ്വാഭാവികല്ലേ. അപ്പൊ അവിടെ കുറച്ചൊരു പ്രയാസം ഉണ്ടായി. അപ്പൊ ആളുകളും ഒരുമിച്ച് കൂടി എന്താന്ന് വെച്ചപ്പോ ഇന്നതാണ്. അപ്പൊ ഇതിനൊന്നും യാതൊരു കയ്യും കണക്കും ഇല്ലേ. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന് ഒരു രോഗമൊക്കെ ഏതാണ്ട് മാറി നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് എത്തിയത് ഈ ഇഞ്ചക്ഷന് ശേഷമാണ്. അപ്പൊ ആ ഇഞ്ചക്ഷന്റെ കഥയും കുപ്പായം മാറിപ്പോയാൽ തന്നെ ആയിരിക്കോ എന്ന് സ്വാഭാവികമായിട്ട് തോന്നുന്നു. അങ്ങനെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. ഓല അതിന്റെ സമ്മറി മൊത്തം പ്രിന്റ് ചെയ്ത് തന്നു. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ, ഇഞ്ചക്ഷൻ കൊടുക്കണ പോലെ തന്നെ സമ്മറി തരുന്ന പോലല്ലേ, കുപ്പായം മാറിയത് പോലോടല്ലേ. അപ്പൊ നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറഞ്ഞു. നിസ്സഹായരാണ് നമ്മൾ, നമുക്കൊന്നും ചെയ്യാൻ. ഇനിയിപ്പോ അവിടെ നല്ല കൂടി മാറി വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ, ഓലും അത് തന്നെ പറയുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ ഒരു മൊത്തത്തിലുള്ള ഒരു സംഘം. അപ്പോ ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ എല്ലാത്തിനും അത് ആലങ്കാരികമായിരുന്നു ആദ്യങ്ങളെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അങ്ങനല്ല, ശരിക്കും തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട്
നമ്മൾ നിസ്സഹായരാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ആളുകളോടത്തോളം ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഇങ്ങനെ കാര്യങ്ങൾ മാറ്റാനും ഉള്ളതിനെ ചെയ്യാനും അല്ലാതെ ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്നൊരു സാധനത്തെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ കുൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താവും? അത് ഉണ്ടാവും. അത് ഉണ്ടാവുമ്പോ അതിസൂക്ഷ്മമായ നിലയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിടത്തുനിന്നാണ് നമ്മൾ ആസ്പത്രിയിലേക്ക് ഒന്ന് പോയത്. അപ്പോ ഇങ്ങനെ പല സംഗതികളും അങ്ങനെ അത്രയും കൃത്യമായിരിക്കും. ഇനിയും പറയാണ്, ആ കുഞ്ഞിനെ കുറിച്ച് പറയാണ്, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നാം വയുഅല്ലിമുഹു അവനെ പഠിപ്പിക്കും, അൽ കിതാബ് കിതാബ് പഠിപ്പിക്കും. അൽ കിതാബ് എന്താന്ന് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അൽ കിതാബ് എവിടെയാ പഠിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്ന് പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം പിന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ എന്ന് പറഞ്ഞപ്പോഴും അൽ കിതാബ് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാലൊക്കെ നിങ്ങൾ എവിടെ നിന്ന് വായിച്ചു നോക്കാണ്ടി എന്താണ് അൽ കിതാബ്. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്. കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു എന്നാണ്. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്, എന്ന് പറഞ്ഞാൽ നിയമമാക്കി എന്നാണ്. നിയമമാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കി എന്നാണ്. അതുകൊണ്ടാണ് കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാക്കിയിരിക്കുന്നു എന്ന് പറയും കുത്തിബ. അപ്പോൾ കിതാബ് എന്ന് പറയുന്നത് നിയമങ്ങളാണ്, നിയമപുസ്തകം. അൽ കിതാബ് എന്ന് പറയുമ്പോൾ ദ ബുക്ക് എന്ന് പറയും പോലെ പ്രത്യേകമായ കിതാബാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ചില മുഫസ്സിറുകൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം അലൈഹി സ്വലാമിക്ക് കിട്ടിയ ഏടുകളുണ്ട്, സുഹുഫ് ഇബ്രാഹിം. ആ ഏടുകൾ, അതുപോലെ സബൂർ എന്ന് പറയുന്ന ഒരു കിതാബ്, അത് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കിതാബുകൾ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കും? ഈസാ അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുക്കും എന്ന്. ഇനി പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇഞ്ചീൽ, തൗറാത്തും പഠിപ്പിച്ചു കൊടുക്കും, ഇഞ്ചീലും പഠിപ്പിച്ചു കൊടുക്കും. ഇതിന്റെ ഒക്കെ ഇടയിൽ ഒരു വാക്ക് അൽ ഹിക്മ, ഈ ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കും. യുക്തിജ്ഞാനം എന്നൊക്കെ പറയാം. എന്താ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ പറഞ്ഞാൽ. നമ്മൾ സാധാരണ തന്നെ ഹിക്മത്ത് എന്തിനാ പറയാ? ഒരു സാമർത്ഥ്യം, ഒരു വെള്, ഓളെ നല്ല ഹിക്മത്തുള്ളോളാ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അതും അതിന്റെ അർത്ഥം തന്നെയാണ്. അത് അതിന്റെ അർത്ഥമാണ്. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ചില ടീച്ചർമാര് പഠിപ്പിച്ചാല് മനസ്സിലാവും, ചിലർ പഠിപ്പിച്ചാൽ മനസ്സിലാവൂല. നിങ്ങളെ പറ്റല്ല. അപ്പൊ എന്താന്ന് വെച്ചാല്, എല്ലാ വിഷയത്തിലും നല്ല മാർക്കുള്ള കുട്ടിക്ക് ചിലപ്പോ കാണാം ഒരു വിഷയത്തിൽ തീരെ മാർക്ക്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാല് ചിലപ്പോ ആ ടീച്ചറെ മാറ്റിയാൽ എന്താവും, ആ വിഷയത്തിലും മാർക്ക് ഉണ്ടാവും. അപ്പൊ പഠിപ്പിക്കണമൊക്കെ 2, 2, 4 തന്നെയാണ്. പക്ഷെ ആ ഒരു ഹിക്മത്ത്, അതിനാ ഹിക്മത്ത് പറയും. ചില ആളുകൾ കാണാം, ചില ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചില ആൾക്കാർക്ക് കഴിയും. ഓൻ പറഞ്ഞോട്ടെ എന്ന് പറയും. അതേ കാര്യം തന്നെ വേറെ ആൾ പോയി പറഞ്ഞാൽ, അപ്പൊ എന്താണ്, ഇയാളൊരു ഹിക്മത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും പറഞ്ഞു പഠിപ്പിക്കുന്നതിലുമൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലായിരിക്കണം. ആ രീതി സംസാരത്തിനുണ്ട്, പെരുമാറ്റത്തിനുണ്ട്, തീരുമാനത്തിനുണ്ട്, എല്ലാത്തിനുണ്ട് ആ ഒരു രീതി. ആ രീതിയിലാണെങ്കിൽ അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അത് തീരും. പക്ഷെ അത് തെറ്റിപ്പോയാൽ, അപ്പൊ നബിമാർക്ക് കൊടുത്ത വലിയൊരു വിജ്ഞാനം എന്താന്ന് ചോദിച്ചാൽ,
ഹിക്മത്താണ്. ഇനി നബിമാര് പഠിപ്പിച്ചതിലും പ്രധാനപ്പെട്ട ഒരു സാധനം ഹിക്മത്താണ്, അല്ലെ? എവിടെ പറയണത്? നബിയെ നിയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അപ്പോ കിതാബും പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു. അപ്പോൾ പരിശുദ്ധ ഖുർആനിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെയാണ് ഈ ഹിക്മത്ത് എന്ന് പറയുന്നത് എന്നും വിശദീകരണമുണ്ട്. സുന്നത്തിനാണ്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഒരു നിയമം പറഞ്ഞു തന്നു. ആ നിയമം എങ്ങനെ നടപ്പിലാക്കണം, എപ്പോൾ നടപ്പിലാക്കണം. ഇപ്പൊ നിസ്കരിക്കുക എന്ന്, നിസ്കാരം നിലനിർത്തുക എന്ന് അള്ളാഹു പറഞ്ഞു. എപ്പോ നിസ്കരിക്കണം, എത്ര നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, ഇതതിന്റെ വിശദീകരണമാണ്. ഇതുപോലെ എല്ലാ കാര്യവും. അപ്പൊ സകല കാര്യങ്ങളിലുമുള്ള ഹിക്മത്ത്, അൽ ഹിക്മത്ത് എന്നത് പഠിപ്പിച്ചോളൂ. അപ്പൊ നിന്റെ വയറ്റിലുള്ള കുട്ടി ജനിച്ചാൽ തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കും. അവൻ മുതിർന്നാൽ അപ്പോഴും അവൻ സച്ചരിതരിൽപ്പെട്ടവനായിരിക്കും. അവന് നാം കിതാബ് പഠിപ്പിച്ചു കൊടുക്കും, അവന് നാം ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കും, അവന് നാം തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു കൊടുക്കും എന്നാണ്. അതെ, അതാ പഠിപ്പിച്ചു കൊടുത്തല്ലോ. വറസൂലൻ ഇലാ ബനീ ഇസ്രായീല അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നീ അഖ്ലുഖു ലക്കും മിനത്-തീനി കഹൈഅത്തിത് ത്വയ്രി فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. ورسولا ദൂതനായി നിയമിക്കും, റസൂലാക്കും എന്നാണ്. യഹ്യ അലൈഹിസ്സലാമിനെ കുറിച്ച് നബിയാണ്, ഈസാ നബി റസൂലാണ്. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? നബിയാണ് എന്താ? റസൂലിന് നുബുവത്തില്ലേ? റസൂലിന് നുബുവത്ത് കിട്ടൂലേ? റസൂൽ എന്ന് പറയുന്നത് നബിയാണ്. റസൂൽ എന്ന് പറയുന്നത് നബിയുമാണ്. എല്ലാ റസൂലും നബിയുമാണ്, പക്ഷെ എല്ലാ നബി റസൂലല്ല. അങ്ങനെയാണ്. റസൂൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തും കൂടി ഉണ്ട്, നബിയുമാണ്. റസൂലും, ഒരാൾ റസൂലായാൽ റസൂലുമാണ്, നബിയുമാണ്. പക്ഷെ ഒരാൾ നബി ആയതുകൊണ്ട് അയാൾ റസൂൽ ആവണമെന്നില്ല. ഇപ്പൊ യഹ്യ നബിയാണ്, പക്ഷെ റസൂലല്ല. വ്യത്യാസം എന്ന് പറയുന്നത്, നബുവത്ത് എന്ന് പറയുന്നത് അള്ളാഹു നബിയായിട്ട് തെരഞ്ഞെടുക്കുന്ന ആ ഒരു അവസ്ഥയാണ്. പക്ഷെ റസൂൽ എന്ന് പറയുമ്പോൾ ഒരു ശരീഅത്ത് ഉണ്ടാവും. മൂസ അലൈഹിസ്സലാം റസൂലായിരുന്നു, മൂസ റസൂലുള്ള. അപ്പോ ഒരു ശരീഅത്ത് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് അനുസരിച്ച നിയമങ്ങൾ ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് നബി ആകുമ്പോ തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ റസൂല് കൊണ്ടുവന്ന ശരീഅത്തിനെ
തുടർന്ന് അത് നടപ്പിലാക്കുന്ന നബിയായിരിക്കും. അതാണ് വ്യത്യാസം. ഇബ്രാഹിം നബി റസൂലാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു വ്യത്യാസം അതിലുണ്ട്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാണ് റസൂലൻ ഇലാ ബനി ഇസ്രായീൽ, ഇസ്രായേലിലേക്കുള്ള റസൂലായിട്ട്, ദൂതനായിട്ട് നാം അവനെ നിയോഗിക്കും. അന്നീ, നിശ്ചയമായിട്ടും ഞാൻ പറയും എന്നതിലുണ്ട്. അതായത് റസൂലായിട്ട് ഈസയെ നാം നിയോഗിക്കും. ആ റസൂൽ പറയും. പറയുന്ന അവിടെ ഇല്ല, പക്ഷെ പറയുന്ന അവിടെ ഉണ്ട്. സൈലന്റ് ആണ്. എന്താണ് പറയുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അന്നീ, നിശ്ചയമായിട്ടും ഞാൻ ഖദ് ജിഅ്തുക്കും, നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു, ആയ, തെളിവുമായിട്ട്, മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മുഅ്ജിസത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള മുഅ്ജിസത്ത് അജയ്യമായ, അമാനുഷികമായ കാര്യമാണ്. അത് ഈസാ നബി റസൂലാണെന്നുള്ളതിന്റെ തെളിവാണ്. നേരത്തെ മൂസാ നബി റസൂലാണെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് വടി നിലത്തിട്ടത് ഒക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ്, അന്നീ, നിശ്ചയമായിട്ടും ഞാൻ അഖ്ലുഖുലക്കും, നിങ്ങൾക്കായിട്ട് സൃഷ്ടിക്കും, മിനത്തീൻ, കളിമണ്ണിൽ നിന്ന്, ഒരു രൂപം പോലെ, ത്വയ്ർ, പക്ഷിയുടെ രൂപം പോലെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി കളിമണ്ണ് കൊണ്ടുണ്ടാക്കും. ഫഅൻഫുഖു ഫീഹി, എന്നിട്ട് അതിലേക്ക് ഊതും, ഫയകൂന ത്വയ്റ, അപ്പോൾ അതെന്താവും? ഒരു പക്ഷിയാവും. അപ്പോൾ കളിമണ്ണ് കൊണ്ട് ഒരു കിളീനെ ഉണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോ അതൊരു കിളിയാവും. അപ്പൊ ക്രിസ്ത്യാനികൾ പറയാണ്, കണ്ടില്ലേ, അപ്പോളോ കിളീനെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കാത്തതിനെ കുറിച്ചാണ് ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെ എന്നവിടെ പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഇവിടെ ഈസാ അലൈഹിസ്സലാം ഈ കളിമണ്ണ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കിയിട്ട് സ്വന്തം സൃഷ്ടിപ്പ് നടത്തുകയല്ല ചെയ്യുന്നത്. ഇതിനില്ല, അള്ളാഹുവിന്റെ ഇതിനനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അതുമാണ് ഒരു തെളിവ്. മറ്റൊന്നെന്താണ് തെളിവ്? ഞാൻ സുഖപ്പെടുത്തും, മല്ലക്ക് മഹാ, ജന്മനാ അന്ധനായവന്, വൽ അബറസ, പാണ്ഡുരോഗിയെ. പാണ്ട് സാധാരണ നിലക്ക് മാറാത്ത, ഇപ്പൊ ഉണ്ടോ അതിന് ചികിത്സ ഉണ്ടോ? നമ്മളൊരു സുഹൃത്തിന് കൊറോണയ്ക്ക് ശേഷം പാണ്ടുണ്ടായി. നമ്മളൊരു ആദ്യമൊന്നും ഇല്ലാത്ത, ഇപ്പൊ കയ്യും മുഖത്തും എല്ലാം ഉണ്ട്. ഇപ്പൊ പല ആളുകൾക്കും ഉണ്ടാകുന്നു. അപ്പോ അത് ആളുകൾക്ക് കാണുമ്പോ ഒരു, മറ്റുള്ളവർക്കും അയാൾക്ക് സ്വന്തം തന്നെയും ഒരു സംഗതി, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കൈ കൊടുക്കാതെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ പറയാണ്. ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്താണ്, അങ്ങനെയാണ് പിന്നെ നാട്ടിൽ എല്ലാവർക്കും ആയി ഉണ്ടാവുമല്ലോ. അപ്പൊ പാണ്ട് എന്നൊരു രോഗം നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇതൊക്കെ ഒരു സങ്കല്പല്ലേ ശരിക്കും പറഞ്ഞാല്? എന്തെല്ലാം വാരിത്തേക്ക ഒന്ന് വെളുത്ത് കിട്ടാന്. വെളുത്താല് പറയും പാണ്ടായി. അപ്പൊ പറ്റൂല. ഈ മുഖം വെളുക്കാനല്ലേ പലതും വാരിത്തേക്കണ്. ആ വെളുപ്പ് ഈ വെളുപ്പ് വ്യത്യാസമുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി. അതന്നെ, വെളുക്കാൻ തേച്ച് മുഖം വെളുക്കാനാ വാരിത്തേക്ക, മുടി കറുക്കാനാ വാരിത്തേക്ക. ഈ മുടി കറുക്കണം എന്ന് ആഗ്രഹിക്കുന്നവനെ മുഖവും കറുത്താൽ ഇപ്പൊ എന്താന്ന് വിചാരിച്ചാ പോരെ? അല്ലെങ്കിൽ ഈ മുഖം വെളുക്കാൻ ആഗ്രഹിക്കുന്ന ആള് മുടിയും വെളുത്തോട്ടം വിചാരിച്ചാ പോരെ? എന്തൊക്കെ പ്രശ്നമുണ്ടോ? പക്ഷെ നമ്മൾക്ക് ഓരോന്നിനും ഓരോ കളറ് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ സങ്കല്പാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് ഞാൻ പറയും. സങ്കല്പാണ്. അപ്പോ
പിന്നെ നമ്മളെ സങ്കല്പത്തിന് ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരാളെ കുറിച്ച് നമ്മൾ പറയും നല്ല മനുഷ്യമുള്ളവളാട്ടോ, നല്ല വെളുത്ത് തുടുത്ത് എന്നൊക്കെ. അത് വെളുത്തതിനാ സൗന്ദര്യം ഉണ്ടാവുക? അല്ലല്ലോ. അതെ, അതാ ഈ ധാരണയാണ് ഞാൻ കുറച്ചുകൂടി നന്നാക്കിയിട്ട് സങ്കല്പം എന്ന് പറഞ്ഞത്. മാറ്റിയാൽ മതി. അത് മാറ്റിയാല് അത് മാറി. നല്ല കറുത്ത് സുന്ദരി അല്ലേ, സന്തോഷം. അങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ പഠിച്ചോൻ കൊടുക്കണാണ്. കറുപ്പ് വെളുപ്പം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതിൽ തന്നെ ഉണ്ട്. എന്താ കുട്ടി? പെൺകുട്ടിയാ? അല്ല തരുന്നത്, 2 കൈ നീട്ടി വാങ്ങുക. ആൺകുട്ടി മൂപ്പരുണ്ടാക്കിയ വൈരിയാണ്. ഭാര്യ പ്രസവിച്ചിട്ട് പെൺകുട്ടിയാ പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് പറയും? അല്ല തരുന്നത് കണക്കാക്കി വാങ്ങുക. അപ്പൊ അല്ല തരുന്നത് കണക്കാക്കി വാങ്ങുക പറഞ്ഞാൽ അതിലെന്തോ ഒന്നുണ്ടായിട്ടാണ് അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പറയൂ? ഇല്ല. ഒരുത്തൻ ഗൾഫിൽ പോയി നല്ല പൈസ ഒക്കെ ഉണ്ടാക്കി നല്ല ഉഷാറാക്കി ഇവിടെ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങി, അത് വാങ്ങി ഇത് വാങ്ങിയുള്ള സംഭവം ആയാലും നമ്മൾ പറയും ഓൻ്റെ ഒരു ഭാഗ്യം. ഇതെല്ലാം പൊളിഞ്ഞു കൊണ്ട് വന്ന് കാണാൻ പറയും ഓൻ്റെ ഒരു വിധി. അപ്പൊ വിധി എന്ന് പറയുന്നത് എന്തായി? അപ്പം ഈ മോശത്തരം വക്ക് പൊട്ടിയത്, ചൊളിഞ്ഞത്, അതെല്ലാം വിധി. എന്തൊക്കെ ഒന്ന് നന്നായാലോ ഓന്റെ ഭാഗ്യം. സംഗതി രണ്ടും വിധി തന്നെയല്ലേ, രണ്ടും അവിടുന്ന് കിട്ടണ തന്നെയല്ലേ. ശരി. അപ്പൊ ഏതായാലും ഈസാ നബി കാണിച്ചു കൊടുത്ത ഒരു തെളിവ്, കണ്ണ് കാണാത്ത ആൾക്ക് കാഴ്ച നൽകി, പാണ്ട് രോഗിക്ക് രോഗം മാറ്റി. തീർന്നില്ല, അതിനേക്കാൾ കടുപ്പാണ്. വഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിച്ചു. ബിഇദ്നില്ല, അവിടെ ഒന്നുകൂടി ആവർത്തിച്ചു പറയാണ്, അള്ളാഹുവിന്റെ അനുമതിയോടെ, അല്ലാതെ സ്വന്തം ചെയ്യല്ല. കേട്ടോ, ഈസാ അലൈഹി സ്വലാമിന്റെ ജന്മം അസാധാരണമാണ്, ജീവിതം അസാധാരണമാണ്, പ്രവർത്തനം അസാധാരണമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്തെല്ലാം അസാധാരണത്വം ഉണ്ടെങ്കിലും അതൊന്നും ദിവ്യത്വം അല്ല, ദൈവീകമായ കഴിവ് എന്ന് പറയാൻ പറ്റില്ല. അതെ, അതേ സമയത്ത് അള്ളാഹുവിന്റെ ഇംഗീതപ്രകാരം അള്ളാഹു ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ തെളിവുകളാണ്. എന്നിട്ട് പറയാണ്, ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരും, ബിമാ തഅകുലൂന, നിങ്ങൾ തിന്നുന്നത് എന്താണ്, വമാ തദ്ഖിറൂന, നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്, നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്താണ്, നിങ്ങൾ തിന്നുന്നത് എന്താണ്, ഈ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ. അപ്പൊ വീട്ടിന്റെ അകത്ത് വെച്ച് നിങ്ങൾ തിന്നതും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും, തീർച്ചയായും നിങ്ങൾക്ക് അതിലൊക്കെയും തെളിവുകൾ, അടയാളങ്ങളുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മോനാണ് കേട്ടോ ഉണ്ടാവാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ബേജാറാണ്ട. മോൻ തൊട്ടിലേന്നും പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കും. എവിടെയായിരുന്നാലും നിസ്കാരം സക്കാത്ത് കൊണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. നമ്മുടെയൊക്കെ വീടുകളെ നമ്മള് നിസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഞങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിസ്കരിക്കണുണ്ടല്ലോ. നിങ്ങൾ നിസ്കരിക്കണുണ്ട് എന്നുള്ള എനിക്ക് മനസ്സിലായി. നിങ്ങളെ മക്കള് നിസ്കരിക്കണുണ്ടോ? മക്കളെ നിസ്കരിക്കണുണ്ടോ? ഓലെപ്പോഴാ എണീക്കല്? മനസ്സിലായോ? അപ്പൊ രാത്രി 11:30 മണിക്ക് പുറത്തു പോവാ. എവിടെ പോവാ? ചായ കുടിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാത്രി 11:30 മണിക്ക് പൊരേന്നൊരു ചങ്ങായി വൈക്കെടുത്ത് ചായ കുടിക്കാൻ പോകാനുള്ള ഒരു കഥ ആലോചിച്ചു പോയി. പോയി നോക്കിയാൽ അവിടെ റെഡിയാണ്, ചായ ഉണ്ടായിരുന്നു. അതിന് തുറക്കണേനപ്പോഴാണ്. ഓലും രാവിലെ പോയി നോക്കിയാൽ ഈ പറഞ്ഞ മാതിരിയാണ്. ഇപ്പൊ രാവ് പകലും, പകല് രാവ് പകലും. ഇതിനാണ് തല തിരിയാന്ന് പറയാ. ആ തിരിച്ചില്ല എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്
പകൽ സമയം പരിശ്രമിക്കാനും രാത്രി കാലങ്ങൾ വിശ്രമിക്കാനും പാകത്തിലാണ്. നമ്മുടെ ദഹന വ്യവസ്ഥ, നമ്മുടെ ബാക്കി കാര്യങ്ങൾ എല്ലാം അങ്ങനെയാണ്. അതിനെയാണ് നമ്മൾ തെറ്റിക്കുന്നത്. നമ്മൾ കൈതോല തിരിച്ച് ഒഴിഞ്ഞാൽ മുള്ളിടൂലേ? എന്താ കൈതോല? നിങ്ങൾക്കറിയാ, ഈ കിടന്നുറങ്ങണോന്ന് അറിഞ്ഞൂടാ. ആർക്ക്? നിങ്ങൾക്കിതറിയാം. പക്ഷെ കിടന്നുറങ്ങണോന്ന് അറിഞ്ഞൂടാ. അത്തരം ഓല കൊണ്ടുള്ള പായിലായിരുന്നു നമ്മൾ കിടന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഓനെ ഇത് മുള്ളു തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒയ്യുന്നതിന് ഓന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരണം. ആ തിരിച്ചു കൊണ്ടുവരൽ ഒരു ഹിക്കുമത്തോടു കൂടി ആയിരിക്കണം. അതിനാണ് ഹിക്കുമത്ത്. അല്ലാണ്ട് ഇന്ന് വൈകുന്നേരം പോയിട്ട് നിയമം പാസ്സാക്കി നാളെ കൃത്യം 4:30 മണിക്ക് ഇവിടെ എല്ലാവരും എഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂല. ചിലപ്പോ എണീക്കൂ. നിങ്ങൾക്ക് ആവതുള്ളിടത്തോളം, നിങ്ങൾക്ക് പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചിലപ്പോ പറ്റൂ. അതിന്റെ തൊട്ടടുത്ത നിമിഷത്തിലോ തിരിച്ചു അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ശരിക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പൊ നമ്മളെ പള്ളിയില് ജുമക്കുള്ള അത്ര ആള് സുബൈക്ക് വേണ്ടേ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ, ഇയാണോ മൂത്തത് ഞാനാണോ മൂത്തുള്ള തർക്കോ, ഇതെല്ലാം അവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമക്കുള്ള അത്ര ആള് സുബൈക്ക് വേണ്ടേ? ഉച്ചക്ക് വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ പലരും പണിക്ക് പോയതേക്കും. അപ്പൊ പല പള്ളിയിൽ വയ്ക്കും വിചാരിക്കുക. അസറിനും വേണ്ട, അതും അവിടെ കേൾക്കും. മഗ്‌രിബിനും വേറെ, ഇശാനും വേറെ, സുബൈക്കും പറയലുണ്ട്. സുബൈക്ക് തുറക്കുന്ന ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ സാധാരണയിലില്ല. സുബൈക്ക് തുറക്കുന്ന കടകൾ സാധാരണക്കില്ല. സുബൈക്ക് കൂലിപ്പണിക്ക് പോണവനും സാധാരണക്കില്ല. ഒക്കെ അസാധാരണാണ്. സുബൈക്ക് നവീന അടുത്ത പള്ളിയിൽ ആളുകളുണ്ട്. സുബൈക്ക് ആ പള്ളിയിൽ ആള് വന്നു. ഇത് പയം വാങ്ങി വന്ന മാതിരിയാണ്. 2 പയം വാങ്ങാനാ പറഞ്ഞത്. വന്നപ്പോ ഒരു പയാണ് കൊണ്ടുവന്നത്. മറ്റേതാണെന്ന് ചോദിച്ചപ്പോ അതാണ് ഇത് തന്നെ. അപ്പൊ ഇതേടെന്ന് വെച്ചപ്പോ അതാണ് ഇത് തന്നെ. സംഗതി ഒരു പയമുള്ളൂ. ടീച്ചറെ, അവര് ഈ പള്ളിയിലില്ല, അപ്പുറത്തെ പള്ളിയിലാണെങ്കിൽ അവിടെ ആള് കണ്ടേ? അവിടെ ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. സുബൈക്ക് നമ്മുടെ പള്ളിയില് 1 വരിയോ 1/2 വരിയോ ഒക്കെ ആയി പോകുന്നു. പോട്ടെ, പെരുന്നാളിന്റെ അന്ന് കൂട്ടിക്കോളി. പെരുന്നാൾ നിസ്കരിക്കാൻ സ്ഥലമില്ല. ഔലും കരയിലും അവിടെ ഇവിടെയൊക്കെ. അന്നത്തെ സുബൈക്ക് മനസ്സിലായോ? സുബഹി നിസ്കരിക്കാത്തവൻ, പള്ളിയിൽ ജമാഅത്തിന് വരാത്തവൻ, അവന്റെ വീട് അഗ്നിക്കിരയാക്കിയാലോ എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റഹ്മത്തുൽ ആലമീൻ, കാരുണ്യവാനായ, ലോകത്തിന്റെ കാരുണ്യമായ റസൂല് പോലും അത്ര ഗൗരവത്തിൽ പറഞ്ഞു പോയ ഒരു കാര്യമാണത്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, തരീഖത്ത്, ഇതിൽ ഒരാൾക്കും ഇല്ല അഭിപ്രായവ്യത്യാസമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണത്. നമ്മളൊരു കൊള്ളരുതായ്മയാണ് ഇപ്പൊ ഞാനീ പറയുന്നത്. അഭിപ്രായവ്യത്യാസമുള്ള 100 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരേ സംഘടനയിൽ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൽ പക്ഷേ AP, EK എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നിട്ടും മനുഷ്യന്മാര് കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ബാക്കി അഭിപ്രായ വ്യത്യാസമൊക്കെ എന്തിനാ പറയണത് എന്ന് ചോദിച്ചാൽ അത് വേറെ പലതിനും പറയണെന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോ അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓൻ ആ അഭിപ്രായ വ്യത്യാസം പീഡിയക്കൊലായ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ എന്നിട്ട് പോയിന് സുബൈക്കെന്ന് വെച്ചാല് ആ തീരുമാനമാകത്തോണ്ടാ. അതാണ് എനിക്കിപ്പോ മനസ്സിലായി. കുനൂത്ത് ചെല്ലണം എന്ന് പറഞ്ഞവനും ചെല്ലണ്ടെന്ന് പറഞ്ഞവനും രണ്ടാളെ എവിടെ കാണില്ല, പള്ളിയിലില്ല. എന്നിട്ട് ഓന് ഇതിന് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഗൗരവാണ് കേട്ടോ, ഗൗരവാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോണതിനെ പറ്റിയിട്ടുള്ള വർത്താനത്തില് ഒന്ന് ഹദീസിൽ സുബൈക്കും മഗ്‌രിബിനും ഇശാഇനും അവർ വരാറുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞതൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പകല് ഇങ്ങനെ പ്രദർശിപ്പിച്ചു പോകുന്ന പ്രശ്നമില്ലല്ലോ. സുബൈക്ക്
മഗ്‌രിബിനും ഇശാനും ഒക്കെ. നിർബന്ധമല്ല കേട്ടോ നിങ്ങൾക്ക്, പക്ഷെ വരാം. പക്ഷെ സുബൈക്കൊന്നും നമ്മളെ പെണ്ണുങ്ങളെ ഭാഗത്തുള്ള വാതില് തുറക്കുന്നല്ലേ. കാരണം നമുക്കത് ചില സ്ഥലത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ പോണേ. അപ്പൊ ചുരുക്കി പറഞ്ഞ പെണ്ണുങ്ങൾ പിന്നെ വരാം. ഇപ്പൊ തൽക്കാലം ആണുങ്ങളെങ്കിലും ആൺകുട്ടികളെങ്കിലും, ചില മഹാന്മാരെ കുറിച്ച് പറയുന്നത് അവർക്ക് സ്വന്തം വരാൻ കഴിയായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തോളില് കൈയിട്ട് നടന്ന് വന്ന് എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. നബിനെ പറ്റി പിന്നെ ആ നബി അല്ലേ എന്ന് വിചാരിക്കുക. നബി മാത്രല്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു ഗൗരവമാണത്. അപ്പൊ എവിടെ ചെന്നാലും അപ്പൊ നമ്മളവിടെ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതൊന്ന് അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണം. അതാ ഞാൻ പറഞ്ഞ പോയിന്റ്. നമ്മളെ വീട്ടിലേക്ക് ആ സാധനം തിരിച്ചു കൊണ്ടുവരണം. സുബൈ ബാങ്ക് കൊടുത്തിട്ട് എണീക്കാണ്ട് ഉറങ്ങുന്നത് ഒരു വളരെ മോശപ്പെട്ട കാര്യമാണ് എന്നൊരു തോന്നൽ, ശരിയായ ആ തോന്നൽ നമ്മളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും സൃഷ്ടിക്കണം. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ദുന്യവിയായ വിഷയം കൂടിയാണ്. നമ്മുടെ കൾച്ചറും നമ്മുടെ ഹെൽത്തും നമ്മളുടെ ഫിനാൻഷ്യൽ പോലും, നമ്മുടെ സാമ്പത്തിക സംഗതിക്ക് പോലും ബാധകമായ കാര്യമാണത്. സാമ്പത്തികത്തിനും ബാധകം. ആ ആ ആ അതും ഒരു പ്രശ്നമാണ്. ആദ്യമൊക്കെ നമ്മളെ പള്ളികളില്, സമയം വൈകി 2 മിനിറ്റ് സോറി. ആദ്യമൊക്കെ നമ്മളെ പള്ളിയിൽ പോയാല് വെള്ളിയാഴ്ച നമ്മൾ പോയാൽ ഇങ്ങനെ ഒരു മുഴക്കം കേൾക്കായിരുന്നു. എല്ലാരും ഇരുന്നിട്ട് ഇങ്ങനെ അൽക്കാഫ് ഓതണേ. ഇപ്പം മുഴക്കം കേൾക്കും മൊബൈലിനാന്നേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക്. സുബൈക്ക് ശേഷമുള്ള ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ, സാക്ഷ്യം നിൽക്കുന്ന ഒരു സാധനമാണെന്നാണ്. അപ്പൊ സുബൈക്ക് ശേഷം ഖുർആൻ ഓതുക, മഗ്‌രിബിന് ശേഷം യാസീൻ ഓതുക, അൽവാഖിയ ഓതുക, ഇതൊന്നും ഖുറാഫാത്തും അന്ധവിശ്വാസം ഒന്നല്ല. അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള ശീലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ വീടുകളെ തിരിച്ചു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വലിയ പരീക്ഷണം ഉണ്ടാവും. നമ്മളിപ്പോ വിചാരിക്കുന്ന നമ്മുടെ മേൽ ആർത്തിയോടെ പാഞ്ഞു വീഴാൻ നിൽക്കുന്ന പല പരീക്ഷണങ്ങളും നമ്മൾ കടക്കാവുന്നത് കൊണ്ടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈസാ നബി തൊട്ടിലേൽ വെച്ച് പറഞ്ഞ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ നേരത്ത് അവസാനത്തെ റൂഹ് പിരിയുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സലാ അസ്സലാ അസ്സലാ. മനസ്സിലായോ? റൂഹ് പിരിയാൻ നേരത്ത് ലാസ്റ്റ് റസൂൽ അങ്ങനെ ചുറ്റുള്ളവരോട് പറഞ്ഞതാണ് അസ്സലാ അസ്സലാ. കാരണം നിസ്കാരം എന്ന് പറയുന്നത് അതിന്റെ സമയത്തും പൂർണ്ണതയിലും നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പിന്നെ നമ്മളില്ല. അപ്പൊ അത് നമ്മൾ വളരെയധികം ഗൗരവം കാണിക്കേണ്ട വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.